വചനം 74. വാക്കർത്ഥം. വല്ലദീന, യാതൊരു കൂട്ടരും, യഖൂലൂന, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലന, ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, വദുര്രിയാത്തിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും, ഖുർറത അയുനിൻ, കൺകുളിർമ അഥവാ മനസ്സന്തോഷം, വജഅൽന, ഞങ്ങളെ ആക്കുകയും വേണമേ, ലിൽ മുത്തഖീന, ഭയഭക്തന്മാർക്ക്, സൂക്ഷ്മതയുള്ളവർക്ക്, ഇമാമൻ, മുമ്പന്മാർ, നേതാക്കൾ അഥവാ മാതൃക. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്കു നീ കൺകുളിർമ അഥവാ മനസ്സന്തോഷം പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ ഭയഭക്തന്മാർക്ക് മുമ്പന്മാരാക്കുക അഥവാ മാതൃകയാക്കുകയും ചെയ്യണമേ. 74 വചനത്തിൻ്റെ വിശദീകരണം. അവർ തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല, കുടുംബത്തിൻ്റെ നന്മയിലും വളരെ താൽപ്പര്യവും ആകാംക്ഷയും ഉള്ളവരായിരിക്കും. കുടുംബജീവിതത്തിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അകന്ന് ഏകാന്തത സ്വീകരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണല്ലോ ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തങ്ങളുടെ പത്നികളും സന്തതികളും സൽക്കർമ്മികളും സജ്ജനങ്ങളും ആയിത്തീരുവാനും അതുവഴി തങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമയും മനസ്സന്തോഷവും കൈവരുവാനും അവർ സദാ അല്ലാഹുവോട് പ്രാർത്ഥന നടത്തും. ഈ പ്രാർത്ഥനകളിൽ കഴിവതും ഖുർആനിലും ഹദീസിലും കാണപ്പെടുന്ന പ്രാർത്ഥനാവാക്യങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഇസ്ലാമിക നടപടിക്രമങ്ങൾ ശരിക്കും ആചരിച്ചു വരുന്ന ഭയഭക്തന്മാർക്ക് തങ്ങളും തങ്ങളുടെ പത്നികളും സന്താനങ്ങളും മുമ്പന്മാരായിരിക്കുവാനും അഥവാ മാതൃകയായിരിക്കത്തക്കവണ്ണം മുന്നണിയിൽ നിൽക്കുന്നവരായിത്തീരുവാനും അവർ പ്രാർത്ഥന ചെയ്യുന്നു. അവരുടെ ആഗ്രഹവും ഗുണകാംക്ഷയും അത്രയും വലുതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാത ബനു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസിൻ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു വഇൽമിൻ യുൻതഫഉ ബിഹി മിൻ ബഅദിഹി വസദഖത്തിൻ ജാരിയ. റവാഹു മുസ്ലിം. ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ കർമ്മങ്ങൾ 3 കാര്യത്തെ സംബന്ധിച്ചിടത്തോളമല്ലാതെ മറ്റെല്ലാം മുറിഞ്ഞുപോകുന്നതാണ്. അതായത്, തനിക്കുവേണ്ടി പ്രാർത്ഥന നടത്തുന്ന മക്കൾ, തൻ്റെ കാലശേഷം ഉപകാരപ്രദമായി തീരുന്ന അറിവ്, സ്ഥായിയായ ദാനധർമ്മം എന്നിവ. റഹ്മാന്റെ അടിയാന്മാരായ സഹനശീലരുടെ വിശിഷ്ട ഗുണങ്ങൾ വിവരിച്ച ശേഷം അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എന്തായിരിക്കുമെന്ന് തുടർന്ന് പറയുന്നു.